എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു സ്നാക്സ് റെസിപ്പി ആയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നല്ലോണം ഇതൊന്ന് വിസ്കോ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. നല്ലോണം അത് നല്ല മിക്സായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഇടാം കേട്ടോ, പക്ഷേ മധുരം കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടത്. അതും ഇട്ടിട്ട് നല്ലോണം ആ പഞ്ചസാര കലങ്ങുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇനി ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പാലും പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടിയുള്ള നല്ലൊരു മണമല്ലേ, അത് നല്ല ടേസ്റ്റുമാണ്, നല്ല മണമാണ്, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. ഇനി ഇതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ അരികു ഭാഗത്തുള്ള ഈ ബ്രൗൺ കളറിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതുണ്ടായാൽ നമ്മൾ ടോസ്റ്റ് ഉണ്ടാക്കി അത്ര ഭംഗി ഉണ്ടാവില്ല. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മളൊരു സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി വേണ്ടേ. അപ്പം എന്നിട്ട് ഓരോ പീസായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഈ മുട്ടക്കൂട്ടിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂണ് കൊണ്ട് ഈ മുട്ടക്കൂട്ട് കോരി നല്ലോണം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം അതൊന്ന് അതിൽ നല്ലോണം പിടിക്കുമല്ലോ. അതേപോലെ മറ്റേ ഓരോ കഷ്ണമായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് ബൈൻഡായി നിൽക്കും. ഇത് പെട്ടെന്ന് എടുക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കുമ്പം കഷ്ണമായിട്ടിങ്ങ് പോരും. അത് വരാണ്ടാണെങ്കിൽ വളരെ സ്പീഡിൽ ഇത് ചെയ്യണം. എല്ലാ പീസും ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അത് ലാസ്റ്റ് പീസും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ വെച്ചിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. പാന് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങളടുത്ത് പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടറാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഈ ബ്രെഡ് പിന്നെ എടുത്ത് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. ചട്ടവും കൊണ്ടായിട്ട് എടുത്തിട്ട് വെച്ച് കൊടുക്കണം. മറ്റല്ലാണ്ട് കൈ കൊണ്ടൊന്നും എടുത്ത് വെക്കാൻ നിന്നാൽ നടക്കൂല. മറ്റെല്ലാം അരികെല്ലാം പിടിച്ചു പോകാണ്ട് ഒന്ന് തിക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. വേവാനൊന്നുമില്ല, ബ്രെഡല്ലേ, പക്ഷേ മുട്ടയും പാലും പഞ്ചസാരയെല്ലാം കൂടി കാരമലായി വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, നല്ല മണമായിരിക്കും. ആ സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും കൂടി ആവട്ടെ. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഷുഗറല്ലേ ഇട്ട് കൊടുത്തത്, വൈറ്റ് ഷുഗറാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം മാപ്പിൾ സിറപ്പോ തേനോ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റായി, ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് പിന്നെ ആയിട്ടുണ്ട്, റെഡിയായി. ഇനി ഇത് നമുക്ക് ഈ 4 അരികും ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് തിരിച്ചിട്ട് എടുക്കാം. ഒരാൾ വന്ന് ഇരുന്ന് ഒരു ചായ നമ്മൾ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സായത്. എന്തായാലും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചൂടോടുകൂടി കഴിക്കുകയും വേണം. ഉണ്ടാക്കിയിട്ട് പിന്നെ അത് അവിടെ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എടുത്താൽ ആ ഒരു വിചാരിച്ച ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതാ നല്ലോണം ഓരോ അരികായിട്ട് നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം. കണ്ടോ, ഈ ഭാഗമെല്ലാം കണ്ടില്ല, നല്ല ഭംഗിയില്ല കാണാൻ, നല്ല മണമാണ് കേട്ടോ. ഇതൊരു മണമെന്നറിയോ. ഞാൻ 1 ടീസ്പൂൺ നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം.
ആവശ്യം വരുന്നില്ല. നോൺ സ്റ്റിക്കിലാവുമ്പോൾ അങ്ങനെ വേണ്ടി വരില്ലല്ലോ. ഇനി ഉണ്ടാവും, ഏകദേശം എല്ലാ ഭാഗമായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, അടിപൊളിയല്ലേ? കാണുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.